റെട്രോ, സൂര്യയുടെ റെട്രോ, നടപ്പിൻ നായകൻ്റെ റെട്രോ, கார்த்திக் சுப்பராஜின் ரெட்ரோ. என்ன அண்ணா பண்ணி வச்சிருக்க, எல்லாம் பண்ணி வச்சிருக்க. ഇൻട്രോ സീന് ഫസ്റ്റ് ഹാഫ് എല്ലാം കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് മോനെ വരാതം, കാട്ട വരാതം, മലങ്കൾട്ട് എല്ലാ വിഷ്വലും എല്ലാം കുഴപ്പമില്ല. പക്ഷേ കുറേ ആർട്ടിസ്റ്റ്, കഥ, തിരക്കഥ കാണില്ല. പിന്നെ എന്താ പറയുക, കഥയും തിരക്കഥയും വളരെ മോശം, ഒന്നിനും പറ്റാത്തൊരു കഥയും തിരക്കഥയും. പിന്നെ കാസ്റ്റിങ്ങും വളരെ മോശം. നായികയൊന്നും ഇതൊന്നും ഇവളുടെ ആവശ്യമില്ല. പൂജ ഒരു നാടൻ പെൺകുട്ടി അതിൽ ആവശ്യം. ആ രീതിക്കാണ് രുക്മിണി എന്ന കഥ പറയുന്നത്. ഈ തമിഴിൽ ഇവള് മാത്രമേ ഉള്ളൂ നാടനായിട്ട് മേക്കപ്പും ചെയ്ത് ഒരു കളറ് കറുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തിനെങ്ങനെ ഒരു കാസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാത്ത അപരാധം, കാട്ടപരാധം. ഇൻ്റർവ്യൂവിന് ശേഷം കാണാൻ പറ്റില്ല, പെട്ടതള്ള സഹിക്കില്ല പറയില്ല. അതേപോലെ ഇങ്ങനെ സിനിമ ഇറക്കണ്ട എൻ്റെ നടുപ്പിൽ നായക. കാർത്തിക് സുബ്രാജിൻ്റെ എത്ര നല്ല സിനിമകളാണ്. പേട്ടയാണെങ്കിലും ശരി, മഹാനാണെങ്കിലും ശരി, ജിഗർദണ്ഡയാണെങ്കിലും ശരി, എല്ലാം നമുക്ക് ഒന്നിനൊന്നും മെച്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ, സൂര്യ എത്തിയപ്പോൾ വളരെ മോശമായി പോയി. കാസ്റ്റിംഗ് മോശമായി, കുറേ ജൂനിയർ ആർട്ടിസ്റ്റ്, എല്ലാം കൊണ്ടും, എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഇൻ്റർവ്യൂവിന് ശേഷം കാണാൻ പറ്റില്ല. ഇൻ്റർവ്യൂവിന് ശേഷം സൂര്യ അടക്കം ചില സീനുകളിൽ അഭിനയം മറന്ന പോലെയുണ്ട്. നായിക കരയുമ്പോൾ നമുക്ക് ചിരി വരിക. ക്ലൈമാക്സ് പിന്നെ ഒരു ചിരിയുണ്ട് എല്ലാവരുടെയും കൂടി. അതുകൂടി കണ്ടപ്പോൾ അയ്യോ, ഒരു കുഴിമന്തി കഴിക്കാമെന്ന് ആലോചിച്ചു. പൈസ ഉണ്ടെങ്കിൽ. ആവശ്യമില്ലാത്തൊരു സിനിമ ഇങ്ങനെ ഇറക്കിയിട്ട്. ജയറാമ് കോമാളി വേഷം കെട്ടിയിരിക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. ജയറാമിനെ അതിനെക്കാട്ടി നമ്മൾ അതിനെ വിശ്വസിച്ച് പോയതല്ലേ നടുപ്പിൻ നായകനെ. ആളെ നമ്മളെ നിരാശപ്പെടുത്തി. ജയറാമിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജയറാമിനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ജയറാമിനെക്കാട്ടി മോശം ആളുകൾ അതിൽ അഭിനയിക്കുന്നുണ്ട്. വില്ലനൊക്കെ എന്ത് വില്ലനാണ്, നമുക്കൊന്ന് തോന്നണ്ടേ ഇതൊരു വില്ലൻ. ഒരു സൂര്യൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളാണെന്ന് ഫസ്റ്റ് തന്നെ തോന്നണ്ടേ. ദേഹം മുഴുക്കെ പച്ച കുത്തിയിട്ട് അതൊരു നമുക്ക് തോന്നണ്ടേ, ഒരു വില്ലനും ലുക്ക് നമുക്ക് തോന്നണ്ടേ. എന്തോ ഇതിൻ്റെ വില്ലൻ എല്ലാം മോശം. നായകനെയും കാസ്റ്റിങ്ങും മോശം, വില്ലൻ്റെയും കാസ്റ്റിങ് മോശം. ആകെ കാസ്റ്റിങ് നല്ലതെന്ന് പറയാൻ സൂര്യയുടെ ഉണ്ട്, ജോജു ജോർജിൻ്റെ ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു ജോജു ജോർജിൻ്റെ, വേറൊന്നും ഇഷ്ടപ്പെട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനൊരു സിനിമയൊന്നും നടുപ്പിൽ നിന്നായിട്ട് തിരിച്ചു വരവാണ്. തിരിച്ചു വന്നോ അതേപോലെ എയറിൽ പോയി. ഇനി എപ്പോൾ തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് പേര് കാണും, അവധിയൊക്കെ അല്ലേ, അതുകൊണ്ട് കാണാമായിരിക്കും. ഗുഡ് ബാഡ് അഗ്ലിയൊക്കെ കാണാം. നമുക്കത് കണ്ടപ്പോൾ കുറേ റെഫറൻസ് ആണെന്ന് വിചാരിച്ചു. ഇത് കാർത്തിക് സുബ്രാജിൻ്റെ കുറേ പടങ്ങളിൽ എടുത്തിട്ട് മസാല കൂട്ടാക്കിയിട്ട് അവിയൽ പരുവത്തിൽ നമുക്ക് കൊണ്ടെടുത്ത് മുന്നിൽ വെച്ച് തന്നു. എന്തൊക്കെയോ കഥ തട്ടിക്കൂട്ടിയിട്ട് ഒരു അവിയൽ പരുവത്തിലാക്കിയിട്ട് കാർത്തിക് സുബ്രാജ് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഫാൻസുകാർക്ക് കുറേ സ്റ്റാറ്റസ് വയ്ക്കാം, കുറേ ഇൻട്രോ സീനുണ്ട് സൂര്യയുടെ. പിന്നെ ആൾ ഗ്ലാമറാണല്ലോ. പിന്നെ ആൾ ചിരിച്ചാൽ നന്നായിട്ടുണ്ടാകുന്ന എല്ലാവർക്കും അറിയാം. അത് ഈ സിനിമയിൽ 40 പ്രാവശ്യം പറയുന്നുണ്ട്, എനിക്ക് ചിരിച്ച റൊമ്പ അഴകാക്കില്ല. നമുക്കറിയാമല്ലോ സൂര്യ ചിരിച്ച ഗ്ലാമറാണ്, നന്നായിട്ടുണ്ട്. അത് എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ. കാസ്റ്റിങ് കുറേ ഉണ്ട്. ജോജു ജോർജ് ഉണ്ട്, ജയറാമുണ്ട്, സോസിക്കി ഉണ്ട്, സൂര്യ, പൂജ, പിന്നെ നാസർ, പ്രകാശ് രാജ്, കുറേ പേരുണ്ട്. പിന്നെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലുള്ള കുറേ പേരുണ്ട്. പിന്നെ മലയാളത്തിലെ എപ്പോഴും ദാരിദ്ര്യം പിടിച്ച് അഭിനയിക്കുന്ന അങ്ങനത്തെ റോള് കിട്ടുന്നൊരു ലേഡി, പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലേ.
നമ്മുടെ നിവിൻ പോളിയുടെ ഒന്നുണ്ട് പടത്തിൻ്റെ പ്രകാശൻ അല്ല പ്രകാശനല്ല, നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഒരു പടമുണ്ടല്ലോ, ഞാൻ പ്രകാശിലെ നിഖില വിമലിൻ്റെ അമ്മയില്ലേ, അമ്മയായിട്ട് അഭിനയിക്കുന്ന അവർക്ക് എപ്പോഴും ഒരു ദാരിദ്ര്യം പിടിച്ച റോളാണ് എല്ലാ സിനിമയിലും കിട്ടുന്നത്. അതേപോലെ ഇതിലും കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക സാറേ, കണ്ടു തീർത്തു. 2 മണിക്കൂർ 48 മിനിറ്റും സിനിമ. ഒരു ഇൻ്റർവെല്ലിൻ്റെ അടുത്ത് വരെയൊക്കെ കാണാം കേട്ടോ, കുഴപ്പമില്ലാതെ ഇരിക്കാം. പിന്നെ പാട്ട് സീനും ഒക്കെ ആയിട്ട് ഇരിക്കാം. അത് കഴിഞ്ഞപ്പോൾ അപരാധം തുടങ്ങി, കാട്ടപരാധം തുടങ്ങി, മലങ്കട്ടായിപ്പോയി പടം. ഇനി അണ്ണൻ്റെ തിരിച്ചുവരവ് എപ്പോഴാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ക്രൗഡ് പുള്ളർ ഇല്ല തമിഴിൽ കേട്ടോ. വിജയ് പോയി കഴിഞ്ഞാൽ പിന്നെ ആരെ ക്രൗഡ് പുള്ളർ? അജിത്ത് ഗുഡ് ബൈ അഗ്ലി പോലെ ഫാൻസുകാർക്ക് വേണ്ടി വല്ല സിനിമ ഇറക്കുന്നുണ്ട്, അല്ലാതെ ഇതൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട്. എന്തോ